നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ, നാവിൽ നിന്ന് അതിൻ്റെ ടേസ്റ്റ് പോയിട്ടേ ഇല്ല. അതുപോലെയുള്ളൊരു സ്നാക്സ് ഐറ്റമാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയതും 1/2 കപ്പ് ശർക്കര പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ പഴവും നന്നായിട്ടൊന്ന് വെന്ത് അലിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതിനായിട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുത്ത് ചെറു ചൂടോടെ നമുക്കിത് ബോളുകളാക്കി എടുക്കാം. ഇത് ഏത് ഷേപ്പിൽ വേണേലും നിങ്ങൾക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം തന്നെ ഞാൻ ഇതേ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഫ്രൈ പാനിലേക്ക് വളരെ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബോളുകളെല്ലാം ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചും ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.